ഫ്രണ്ട്സ്, allus കിച്ചൺ വേൾഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമുക്ക് ഓവനും ബീറ്ററൊന്നും ഇല്ലാതെ എങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്ക് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അതിനു മുമ്പ് നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ ആവശ്യം 2 കപ്പ് മൈദയാണ് വേണ്ടത്. അപ്പം 1 കപ്പ് എന്ന് പറയുന്നത് 250 ml ആയിരിക്കും. നമുക്കിപ്പോൾ മെഷർമെൻറ്റ് കപ്പില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വീട്ടിലുള്ള ഒരു ഇടത്തരം ഗ്ലാസ് എടുത്താൽ മതിയായിരിക്കും. അത് ഏകദേശം 250 ml ആയിരിക്കാം. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്നാണ്, നമ്മൾ ഏത് ഗ്ലാസ്സിലാണോ നമ്മൾ പൊടി അളന്നെടുക്കുന്നത് ആ ഗ്ലാസ് തന്നെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുക. അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു സാധാരണ ഗ്ലാസ്സാണ്. അത് നമുക്ക് കറക്റ്റ് 250 ml ആണ്. ഞാനതൊന്ന് അളന്ന് നിങ്ങളെ കാണിച്ചു തരാം. ഓക്കെ, ഇത് കറക്റ്റ് 250 ml ആണ്. നമുക്ക് ഈ ഗ്ലാസ്സിന് 2 ഗ്ലാസ് മൈദ നമുക്ക് എടുക്കാം. ആ മൈദയിലോട്ട് നമുക്ക് വേണ്ടത് 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 3/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയുമാണ് നമുക്ക് വേണ്ടത്. അപ്പം ബേക്കിംഗ് സോഡ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ എടുത്താലും മതിയാവും. നമുക്ക് ഈ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും മൈദ എല്ലാം കൂടെ ഒരു അരിപ്പയിലിട്ട് നല്ലതുപോലെ ഒന്ന് അരിച്ചെടുക്കണം. അങ്ങനെ അരിച്ചെടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സായിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. നമുക്കിത് അരിച്ചെടുത്ത് ഇത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ചെയ്യേണ്ട ഒരു മിക്സിയുടെ ജാർ എടുക്കുക. ആ ജാറിലേക്ക് നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ചേർക്കുക. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് 3 മുട്ട എടുത്തിട്ടുണ്ട്. 3 മുട്ട നമുക്കിതിലേക്ക് പൊട്ടിച്ചൊഴിക്കാം. മുട്ട നമ്മൾ പൊട്ടിച്ചൊഴിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, അത് ഡയറക്റ്റ് ഒഴിക്കരുത്. നമ്മൾ ആദ്യം ഒന്ന് ചെറിയൊരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിച്ചാൽ നല്ലതാണെങ്കിൽ മാത്രം നമുക്ക് മിക്സിയിലിട്ട് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ചെയ്യേണ്ടത്, നമ്മൾ മൈദ എടുത്ത അതേ ഗ്ലാസ്സിൽ തന്നെ 1 കപ്പ് പഞ്ചസാരയും 1 കപ്പ് പാലും 1/2 കപ്പ് വെജിറ്റബിൾ ഓയിലും നമുക്ക് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ഒലിവ് ഓയിലോ വെളിച്ചെണ്ണയോ ഉപയോഗിക്കാൻ പാടില്ല, സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കാം. അതോടൊപ്പം നമുക്ക് ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസും 1 നുള്ളു ഉപ്പും 1/4 ടീസ്പൂൺ വിനാഗിരിയും കൂടെ ആഡ് ചെയ്യാം. വിനാഗിരി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് മുട്ട ചേർക്കുമ്പോഴത്തേക്കുള്ള ഒരു സ്മെല്ല് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വിനാഗിരി ചേർക്കുന്നത് വളരെയധികം നല്ലതായിരിക്കും. ഇനി നമുക്കിതെല്ലാം കൂടെ മിക്സിയിലിട്ട് ഒരു 2 മിനിറ്റ് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ട് വരാം. ഞാനിത് നന്നായി ബീറ്റ് ചെയ്തെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മാറ്റി വച്ചിരിക്കുന്ന നമ്മുടെ പൊടി ഇട്ട് കൊടുക്കാം. പൊടി ഇട്ടതിന് ശേഷം നമ്മളൊരു 2 സെക്കൻഡും കൂടെ നമുക്കൊന്ന് മിക്സിയിലിട്ട് നടിച്ചെടുക്കണം. പൊടി ഇട്ടതിന് ശേഷം ഒത്തിരി നേരം ബീറ്റ് ചെയ്യാൻ പാടില്ല, ജസ്റ്റ് ഒരു 2 സെക്കൻഡും കൂടെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. കേക്ക് ഉണ്ടാക്കാനുള്ള മാവ് ഇവിടെ റെഡിയാണ്. നമ്മളിപ്പോൾ ഒരു വാനില കേക്കാണ് ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്തിരിക്കുന്നതെങ്കിൽ നമുക്ക് ഇതോടുകൂടി സ്റ്റോപ്പ് ചെയ്യാവുന്നതാണ്. നമുക്കൊരു കേക്ക് ഉണ്ടാക്കുന്ന പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് ഇതൊന്ന് ബേക്ക് ചെയ്തെടുത്താൽ മാത്രം മതിയാകും. പക്ഷേ ഞാനിവിടെ ഉണ്ടാക്കുന്ന സീബ്ര കേക്കാണ്. അപ്പോൾ നമുക്കതിന് ഒരു സ്റ്റെപ്പും കൂടി ഉണ്ട്. അതിനായിട്ട് നമുക്ക് ഈ 2 പാത്രത്തിലേക്ക് ഈ മാവൊന്ന് മാറ്റി കൊടുക്കാം. 2ആയിട്ട് ഡിവൈഡ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ഒരു ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ എടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം മാറ്റി വെച്ചിരിക്കുന്ന ഒരു ബൗളിലോട്ട് ഒഴിച്ചു കൊടുക്കുക. കൊക്കോ പൗഡർ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അത് കട്ട കെട്ടി കിടക്കാനൊന്നും പാടില്ല. നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് ബൗളിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ സീബ്ര കേക്കിനുള്ള ഒരു ലെയർ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നന്നായിട്ട് നമുക്ക് കൊക്കോ പൗഡറും മാവും കൂടെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
ഇനി നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള പാത്രം എടുക്കാം. പാത്രം നല്ല ചൂട് കട്ടിയുള്ളതായിരിക്കണം. അതിലേക്ക് നമുക്ക് നല്ലതുപോലെ ഓയിൽ പുരട്ടി കൊടുക്കുക. ആ ഓയിൽ പുരട്ടി കൊടുത്തതിന് ശേഷം നമുക്ക് ഓരോ ലെയറായിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 2 മാവും ഓരോ ലെയറായിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കണം. നമ്മുടെ കേക്കിനുള്ള ബാറ്റർ ഇവിടെ റെഡിയാണ്. ഡിസൈൻ ചെയ്തപ്പോൾ വീഡിയോ കട്ടായിപ്പോയ വിവരം ഞാൻ അറിഞ്ഞില്ലായിരുന്നു. ഞാൻ ഒന്നും കൂടെ കാണിച്ചു തരാം എങ്ങനെയാണ് ഡിസൈൻ ചെയ്യേണ്ടതെന്ന്. ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ ഗ്യാസിൽ ഇത് ഡയറക്റ്റ് നമ്മൾ ഗ്യാസിലോട്ട് വെക്കാൻ പാടില്ല. ഈ പാത്രത്തിൻ്റെ അടിയിൽ ഒരു ഫ്രൈ പാനോ അല്ലെങ്കിൽ ചെറിയ തട്ടോ എന്തെങ്കിലും വെക്കണം. ഞാൻ ഫ്രൈ പാനാണ് വെച്ചിരിക്കുന്നത്. ആ ഫ്രൈ പാൻ ഒന്ന് ജസ്റ്റ് ചൂടായതിന് ശേഷം നമുക്ക് നമ്മുടെ പാത്രം അടുപ്പിലോട്ട് വെച്ച് ഒന്ന് ഒരു അടപ്പ് കൊണ്ട് മൂടി വെച്ചതിന് ശേഷം ലോ ഫ്ലെയിമിൽ ഒരു 25 മിനിറ്റ് നമുക്ക് ആവശ്യമായിട്ട് വരും. അപ്പം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക, ലോ ഫ്ലെയിം ആയിരിക്കണം. നമ്മൾ തീ കൂട്ടി വെച്ചാൽ നമ്മുടെ കേക്കിൻ്റെ അടിയിൽ പിടിക്കുന്നതാണ്. ഇപ്പോൾ ഒരു 25 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഒരു ചെറിയൊരു ഈർക്കിലി കൊണ്ട് നമുക്കിതിൻ്റെ നടുഭാഗത്തൊന്ന് കുത്തി നോക്കുമ്പോൾ അറിയാം നമുക്കിത് വെന്തിട്ടുണ്ടോ ഇല്ലയോ എന്ന്. വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈർക്കിലിയിൽ മാവ് ഉണ്ടായിരിക്കും അല്ലെങ്കിൽ നനവുണ്ടായിരിക്കും. നമുക്കൊരു 2 മിനിറ്റും കൂടെ കറക്റ്റായിട്ടുള്ള ഒരു 2 മിനിറ്റും കൂടെ നമുക്കൊന്ന് അടുപ്പിൽ വെച്ചൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡിയാണ്. നമുക്ക് തണുത്ത് കഴിയുമ്പോൾ നമുക്കിതൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം. ചൂടോടുകൂടി മാറ്റരുത്. ചൂടോടുകൂടി മാറ്റിയാൽ അത് പൊടിഞ്ഞു പോകും. അപ്പം നമുക്കൊന്ന് തണുത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിടാം. നമ്മുടെ കേക്ക് ഇവിടെ കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണും വളരെ എളുപ്പത്തിൽ കേക്ക് ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ള കാര്യം. ബീറ്ററോ ഓവനോ ഒന്നുമില്ലാതെ നമ്മുടെ വീട്ടിലുള്ള മിക്സി കൊണ്ടോ അല്ലെങ്കിൽ കുക്കർ കൊണ്ടോ അല്ലെങ്കിൽ അടിവശം കട്ടിയുള്ള ഒരു പാത്രം മതി നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഒത്തിരി എക്സ്പെൻസീവ് ആവുന്നില്ല. അപ്പം നിങ്ങളെല്ലാവരും കേക്ക് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എനിക്ക് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം താങ്ക് യു.